ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് 79,000 മുതൽ 1,74,000 വരെയുള്ള റേഞ്ചിൽ നമുക്ക് പലതരത്തിലുള്ള ഫോൾഡ് ഡിവൈസസ് കിട്ടും. മെയിനായിട്ട് രണ്ട് തരമാണ്, ഫ്ലിപ്പ് ടൈപ്പും ഫോൾഡ് ടൈപ്പ്. വേറെ ഒന്നുമല്ല, ഫ്ലിപ്പ് എന്ന് പറയുമ്പോൾ ചെപ്പ് പോലെ തുറക്കുന്നത്, ഫോൾഡ് എന്ന് പറയുമ്പോൾ ടാബ്ലറ്റ് ആക്കുന്നത്. സിമ്പിൾ. എത്ര യൂട്യൂബേഴ്സ് ഈ ഫോൾഡബിൾസ് മടുപ്പാന്ന് പറഞ്ഞാലും, ഇതുപോലെ തന്നെ കംപ്ലയിൻസ് വരും, റീലയബിലിറ്റി കുറവാണ്, ലോങ് ടൈമിൽ കുറേയധികം ഇഷ്യൂസ് വരും എന്നൊക്കെ പറഞ്ഞാലും ഫോൾഡബിൾസ് എടുക്കേണ്ടവർ ഫോൾഡബിൾസ് തന്നെ എടുക്കൂ. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, മിക്കവരും ഫോൾഡബിൾ ഡിവൈസസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പെൻസീവ് ആണെങ്കിലും അതുപോലെ തന്നെ ലോങ് ടൈം ഇഷ്യൂസ് കുറേ വരുത്തുമെങ്കിലും ഫോൾഡബിൾസിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോൾഡബിൾസ് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാം, അതുപോലെ തന്നെ ഫോൾഡബിൾസിൽ ഏറ്റവും ബെസ്റ്റ് ആയി നിൽക്കുന്ന ഇപ്പോഴത്തെ ബ്രാൻഡ്സും അതുപോലെ മോഡൽസും പിന്നെ ഫോൾഡബിൾസിന്റെ കുറെ അഡ്വാൻറ്റേജസ്. അപ്പോൾ അങ്ങനത്തെ മെയിൻ സംഭവങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ മെയിൻ. ഫോൾഡബിൾസിന്റെ ഇഷ്യൂസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് പ്രശ്നം വരുന്നത് എല്ലാവരും പറയുന്ന കാര്യം ഇതിന്റെ ഡിസ്പ്ലേ, അതായത് ഇന്നർ ഡിസ്പ്ലേ. ഇന്നർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു തിൻ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അൾട്രാ തിൻ ഗ്ലാസ് എന്ന് തന്നെ പറയണം. ഗ്ലാസ് എന്ന് പറഞ്ഞാലും ഇത് പ്ലാസ്റ്റിക് രീതിയിലാണ് വർക്ക് ചെയ്യുക. നമ്മളിപ്പം ഹെവി ആയിട്ട് നമ്മളുടെ നഖം കൊണ്ടൊക്കെ ഉരയ്ക്കുകയാണെങ്കിൽ ഇതിൽ എന്തായാലും ആ ഒരു ഡിസ്പ്ലേയിൽ ഒരു സ്ക്രാച്ച് പോലെ വരും. അത് ഒരിക്കലും പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ പല ബ്രാൻഡ്സും കവർ ഡിസ്പ്ലേയിൽ കൊടുക്കുന്ന സെയിം ഡിസ്പ്ലേ ടെക് തന്നെയാണ് ആ ഇന്നർ ഡിസ്പ്ലേയിലും വരുത്തുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്ക്രാച്ചിന്റെ ഒക്കെ പരിപാടികൾ നമ്മൾ കാലക്രമേണ കാണാൻ പറ്റും. അതൊരു മെയിൻ ഇഷ്യൂ ആണ്. കാരണം ഇപ്പോൾ ഫോൾഡബിൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ടാബ്ലറ്റ് സെറ്റപ്പിലേക്ക് മാറുകയാണ്. ആ ഒരു സെറ്റപ്പിലാണ് ആ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് തരാൻ പോകുന്നത്. വീഡിയോയ്ക്കായാലും അതുപോലെ തന്നെ ഗെയിം കളിക്കാനാണെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് കുറേ വെട്ടും കുറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് തുറന്ന് യൂസ് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി പതിയെ പതിയെ കുറയും. പിന്നെ ഈ ഒരു സംഭവം വരുമെന്ന് ഒരു പേടിയുണ്ട്. അധികം പേരും ഈ ഒരു അകത്തെ ഇന്നർ ഡിസ്പ്ലേ യൂസ് ചെയ്യാതെ ഔട്ടർ ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നടക്കും. വല്ലപ്പോഴും ഒക്കെ ഇന്നർ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കും. അതിന് നല്ലത് സാധാ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതായിരിക്കും അടിപൊളി. എന്താണ് നിങ്ങളുടെ തോട്ട്സ്? കമന്റ്. രണ്ടാമത്തെ ഇഷ്യൂ ഡിസ്പ്ലേയിൽ തന്നെയാണ് മെയിനായിട്ടും ആ ഒരു സെൻട്രൽ പോർഷനിൽ, അതായത് ആ ഒരു ബെൻഡ് ആവുന്ന ഭാഗത്ത് വരുന്ന ആ ഒരു ഡാമേജ്. അത് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഒരു സമയമാകുമ്പോൾ ആ ഒരു ബെൻഡ് കൂടി ആ ഡിസ്പ്ലേ തന്നെ ഓൺ ആവാത്ത അവസ്ഥയിലേക്ക് വരും. അതാണ് ഈ ഒരു ഫോൾഡബിൾ ഡിവൈസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ ആ സ്ക്രാച്ച് നമുക്ക് പിന്നെയും അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാം. പക്ഷേ ഈ ഒരു നടുക്കത്തെ ആ ഒരു വെട്ട് വന്നാണ്ടല്ലോ നല്ല പണി തരും. അങ്ങനെ ആ ഒരു വെട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ റെസ്പോൺസ്, നമ്മുടെ ആ ഒരു ടച്ച് റെസ്പോൺസ് എടുക്കില്ല. അതുപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു അലമ്പായിരിക്കും. മൊത്തത്തിൽ ആ ഒരു ഫോണിൻ്റെ എക്സ്പീരിയൻസ് തന്നെ കൊളാവും. ഈ പറഞ്ഞ രണ്ട് ഇഷ്യൂസും അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല. മെയിനായിട്ട് ഫസ്റ്റത്തെ ഇഷ്യൂ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. നഖമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അതിനകത്ത് ആ ഒരു വെട്ടും കുരിയൊക്കെ വരും. പക്ഷേ ആ ഒരു ബെൻഡ് ആവുന്ന നടുക്ക് വരുന്ന ആ ഒരു വെട്ടുണ്ടല്ലോ, ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വലിയ ഡിസ്പ്ലേ അധികം നാൾ ഉപയോഗിക്കാതിരിക്കാം. പക്ഷേ ഫ്ലിപ്പിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അത് തുറന്ന് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് എപ്പോഴും തുറന്ന് വെച്ച് തന്നെ കൊണ്ട് നടക്കാനും അത്യാവശ്യം പാടുമായിരിക്കും. ഞാൻ പറഞ്ഞത് ഈ ഒരു മോഡലിൻ്റെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ ഒരു ഫ്ലിപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ നമുക്ക് അടച്ച് യൂസ് ചെയ്യാനാണ്. നമ്മൾ തുറന്നിട്ട് സാധാ ഫോൺ കൊണ്ടു കിടക്കുന്ന പോലെ കൊണ്ട് നടന്നാൽ നല്ല വിഷയം വരും. കാരണം അതിൻ്റെ ആ ഒരു ഹിഞ്ചിനും അതുപോലെ തന്നെ ആ ഒരു ഫോണിന് തന്നെ അത് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഒരു ഫ്ലിപ്പായിരിക്കും, ആ ഒരു നടുക്കത്തെ ആ ഒരു വെട്ടിൻ്റെ കേസിൽ. നിങ്ങളിപ്പോൾ ഒരു ഫോൾഡ് യൂസറാണ്, അത് പഴയ ഒരു സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോൾഡ് യൂസറാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് കയറുന്ന ആ ഒരു പൊടിയുടെ അളവ്. നിങ്ങളിപ്പോൾ ഫോൾഡബിൾ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ബാക്കി അതായത് ഫോൾഡബിൾസ് എടുക്കാൻ നോക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് അഡ്വൈസ് ആയിരിക്കും. ഇപ്പോഴത്തെ ഒരു ഫോൾഡബിൾസിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന കുറച്ച് ഡിവൈസസിൻ്റെ ഒക്കെ ഹിഞ്ചസും അതുപോലെ തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ നൈസാണ്. ഫോൾഡബിൾസ് ഇറങ്ങിയ സമയത്ത് മേടിച്ചവരുണ്ടാവും. ഫോൾഡ് 3 അതുപോലെ തന്നെ ഫോൾഡ് 4ഉം കാര്യങ്ങളൊക്കെ സാംസങ്ങിൻ്റെ രണ്ട് ഡിവൈസും ഫ്ലിപ്പ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഫോൾഡ് ആയാലും കറക്റ്റ് ഫുള്ളായിട്ട് അടയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പോക്കറ്റ് വയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് നടക്കുമ്പോഴും ഈ ഒരു ഡിസ്പ്ലേയുടെ ഇടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ കയറി ഇരിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേക്കും അതുപോലെ തന്നെ ഹിഞ്ചിനും നല്ല രീതിയിൽ പണി വരും. കാരണം ഹിഞ്ചാണ് മെയിനായിട്ടും ആ ഒരു ഫോണെ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്നത്. ഇനിയിപ്പം ആ ഒരു ഹിഞ്ചിന്റെ ഇടയ്ക്ക് വല്ലതും കല്ലോ മണ്ണോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ പൊടിയൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പണിയായിരിക്കും. അത് പിന്നെ ബെൻഡ് ആവാനും അതുപോലെ തന്നെ ആ ഒരു പഴയ ഫീൽ തുറക്കാനും അടയ്ക്കാനുള്ള ഫീൽ തന്നെ ആ ഫോണിന്റെ കളയാൻ ചാൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തെ ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നതിന്റെ കോസ്റ്റ് തന്നെയാണ്. സാധാ ഫോണിന്റെ ഒക്കെ പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോൺസിന്റെ ഒക്കെ അത്യാവശ്യം നല്ല പ്രൈസിംഗ് ആണ്. ഇപ്പോൾ നല്ല ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടുന്നെങ്കിൽ എന്തായാലും 1,00,000 മേളിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതായത് ആ ഒരു ഫോൾഡബിൾസ് ഒക്കെ ആണെങ്കിൽ. ഫ്ലിപ്പ് ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 49,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. 49,000 79,000 ഏകദേശം 1 lakh ആ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ നാലാമത്തെയും അവസാനത്തെയും ആയിട്ടുള്ള ഇഷ്യൂ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത്ര നാളത്തെ ആ ഒരു ഫോൾഡബിൾസിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അവസാനത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു റിപ്പയറബിലിറ്റിയാണ്. റിപ്പയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ടും വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഇന്നർ ഡിസ്പ്ലേ ആണ്. ആ ഒരു ഫോൾഡ് ആവുന്ന ഡിസ്പ്ലേ. വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് കുറവാണ്. കാരണം ബോർഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടും ആ ഒരു കണക്ഷൻ വരുന്ന ഭാഗം ഡിസ്പ്ലേ ആണ്. അതായത് ആ ഫോൾഡ് ചെയ്യുന്ന ഭാഗം ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇത് കുറേ നാൾ കഴിയുമ്പോൾ എന്തായാലും അതിന്റെ ഡിസ്പ്ലേ കംപ്ലൈന്റ് ആവും. ഒരു സമയത്ത് എന്തായാലും കംപ്ലൈന്റ് ആവും. ഇനിയിപ്പോൾ കംപ്ലൈന്റ് ആകാതെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ സമ്മതിക്കണം, അത്രേ ഉള്ളൂ. അതെ, ഇനിയിപ്പോൾ എങ്ങാനും കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസ്പ്ലേ റിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഇപ്പം പഴയ സാംസങ്ങിന്റെ ഫോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ
ഡിസ്പ്ലേ പാർട്സ് തന്നെ കിട്ടാൻ നല്ല രീതിയിൽ താമസം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടാനില്ല മെയിനായിട്ട്. പിന്നെ റിപ്പയർ ഷോപ്പിലൊക്കെ കൊണ്ട് ഇത് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചാലും കഷ്ടപ്പാടാണ് ഇത് റിപ്പയർ ചെയ്യാൻ മറ്റ് സാധാ ഫോൺ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുമുള്ള ആ ഒരു ഫോൾഡബിൾസിൻ്റെ ഇഷ്യൂസ് എന്ന് പറയാനായിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കേട്ടാലും ഫോൾഡബിൾസ് എടുക്കാൻ പ്ലാൻ ചെയ്ത ഒരാൾ ഒരിക്കലും ഇതൊന്നും കേട്ടുകൊണ്ട് പിന്തിരിയില്ല. കാരണം ഫോൾഡബിൾസ് എടുത്താലും സാധാ സ്മാർട്ട് ഫോൺ വെച്ചൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ കുറേയധികം ബെനിഫിറ്റ്സും ഉണ്ട്. ഇനിയിപ്പോൾ അതിലേക്കാണ് നമ്മൾ, അതായത് 2-in-1 ടാബ്ലറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ടൈപ്പ് മോഡൽസ് ഒക്കെ എടുക്കുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് ഒരു മൾട്ടി ടാസ്കിങ് സെറ്റപ്പിലായിരിക്കും ഇത് വരുന്നത്. ഒരു ഏകദേശം ടാബ്ലറ്റിൻ്റെ അത്രയും വലിയൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ കവർ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് മൾട്ടി ടാസ്കിങ്, ഇപ്പം OnePlusൻ്റെ ആ ഒരു പുതിയ ഡിവൈസ് OnePlus ഓപ്പണിൽ 3 ആപ്ലിക്കേഷനൊക്കെ ഒരേ സമയത്ത് യൂസ് ചെയ്യാം. മൾട്ടി ടാസ്കിൻ്റെ വേറെ ലെവൽ സെറ്റപ്പാണ്. അതുപോലെ തന്നെ One UIയും ഇതുപോലെയൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു വേറെ സ്റ്റൈലാണ്, തുറന്നു കഴിയുമ്പോൾ തന്നെ ഒരു പുതിയൊരു ഇൻ്റർഫേസിലേക്കാണ് സാംസങ്ങിൻ്റെ ഡിവൈസസ് ഒക്കെ കാണിക്കുന്നത്. ഇപ്പോൾ മൾട്ടി ടാസ്കിങ് ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ ഏത് സ്മാർട്ട് ഫോൺസും. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന സ്പെക്കുകളൊക്കെ ടോപ്പ് നോച്ച് സ്പെക്കുകളായിരിക്കും. ഇപ്പോൾ സാംസങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Agent 2ഉം അതുപോലെ തന്നെ ക്യാമറാസ്, ബാറ്ററി, റാം ഇതൊക്കെ അത്യാവശ്യം അടിപൊളി തന്നെയാണ്. അപ്പം സ്പെക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാലും പിന്നെ അത് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നോക്കിയാലും ടോപ്പ് നോച്ച് ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഫോൾഡബിൾസിൽ കിട്ടാൻ പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഫോൾഡബിൾസ് എടുക്കാൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു ഫോൾഡബിൾ ഡിവൈസിനെ പറ്റി ഈ 2024 തുടങ്ങുന്നതിനേക്കാളും മുമ്പ്? കാരണം ഫോൾഡബിൾസ് എടുക്കാൻ കുറേ പേര് ശ്രമിക്കുന്നുണ്ട്, നല്ലതാണോ എന്നൊക്കെ കുറച്ച് പേരൊക്കെ കമൻറ്റ് ചോദിക്കുന്നുണ്ട്. ഫോൾഡബിൾസിൻ്റെ ഇപ്പോഴത്തെ കാര്യം നോക്കുവാണെങ്കിൽ അത് നല്ല കാര്യമുണ്ട്, അതുപോലെ തന്നെ മോശമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഇഷ്യൂസ് അതൊക്കെ നിങ്ങൾക്കൊരു വിഷയമല്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫോൾഡബിൾസ് യൂസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഡിവൈസ് എടുത്തതിന് നിങ്ങൾക്ക് സ്ലോ ആവുന്ന പരിപാടി, അങ്ങനത്തെ ഹാങ്ങോ ലാഗോ അതുപോലെ തന്നെ സ്പെക്കിൻ്റെ ആ ഒരു കുറവോ ഒന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഈ ഒരു ഫോൾഡബിൾസും സാധാ സ്മാർട്ട് ഫോൺസും വേറെ കോമ്പറ്റീഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൾഡബിൾസ് ആയിട്ട് തന്നെയായിരിക്കും ഒരു കോമ്പറ്റീഷൻ വരിക. അപ്പോൾ സ്പെക്ക് വൈസുള്ള ഒരു കമ്പാരിസൺ എന്തായാലും വരാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും ആ ഒരു ഫോൾഡബിൾസ്, ഈ ടൈപ്പ് ഫോൾഡബിൾസ് ഫ്ലിപ്പിന് പകരം ഫോൾഡബിൾ ഡിവൈസസ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയാനുള്ളത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ ഡിസ്പ്ലേനെ അധികം യൂസ് ചെയ്യാതെ കൊണ്ട് നടക്കാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് ആയിരിക്കും ബെസ്റ്റ് ഫ്ലിപ്പിനേക്കാളും. ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും തുറക്കാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് ആവാൻ വളരെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലിപ്പ് ഡിവൈസസ് ഒക്കെ നോക്കണേക്കാളും നല്ലത് എന്തായാലും ഇത് ഫോൾഡ് ചെയ്യുന്ന ഡിവൈസസ് നോക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇനി നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഫോൾഡബിൾസും ഫ്ലിപ്പബിൾസും നോക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഫ്ലിപ്പിനുള്ള ബഡ്ജറ്റാണ് നിങ്ങൾക്കുള്ളെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലിപ്പ് എന്ന് പറയുന്നത് 3 കമ്പനീസാണ് മെയിനായിട്ടും ഇന്ത്യയിൽ ഇപ്പം ഫ്ലിപ്പ് ടൈപ്പ് ഡിവൈസസ് ഒക്കെ ഇറക്കുന്നത്. സാംസങ്, മോട്ടോ, ഓപ്പോ. സാംസങ്ങിൻ്റെ മോഡൽ ഇസെറ്റ് ഫ്ലിപ്പാണ്. ഇനിയിപ്പോൾ മോട്ടോയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ 3 മോഡൽസാണ് മെയിനായിട്ട് വരാം. Razer 40, Razer 40 പ്ലസ്, Razer 40 അൾട്ര. ഇനി ഓപ്പോയിലേക്ക് വരുമ്പോൾ ഫൈൻഡ് സീരീസിലായിട്ടുള്ള ഫ്ലിപ്പുകളാണ്, അതായത് ഫൈൻഡ് N3 ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. അപ്പം ഈ ഒരു ഫ്ലിപ്പ് സീരീസിൽ നമുക്ക് ഈ ഒരു ഡിവൈസസാണ് കിട്ടുക. മോട്ടോയുടെ ഫ്ലിപ്പിൻ്റെ ഒക്കെ പ്രത്യേകത ഇതിനും കൂടി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. പിന്നെ മോട്ടോയുടെ ആയിട്ടുള്ള കുറേ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് 8+ Gen 1 ആണ്. ഇനി സാംസങ്ങിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രീമിയം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ 8 Gen 2 ആണ്. ഫൈൻഡ് N3 ഫ്ലിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ മീഡിയാടെക്കിൻ്റെ പ്രോസസ്സറാണ്, മീഡിയാടെക്കിൻ്റെ 9200 ആണ്. അപ്പോൾ 3ഉം പെർഫോമൻസിൽ ബെസ്റ്റ് ആണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്ലിപ്പ് തന്നെ നിങ്ങൾ നോക്കുകയാണ്, ഹൈ എൻഡ് ആയിട്ടുള്ള ഫ്ലിപ്പ് തന്നെ നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ ഇസെറ്റ് ഫ്ലിപ്പ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ സാംസങ്ങിൻ്റെ പഴയ ഫ്ലിപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഹിഞ്ച് തന്നെയാണ്. സാംസങ്ങിൻ്റെ ഒരു ഹിഞ്ച് മെക്കാനിസത്തിൻ്റെ വരുമ്പോൾ ഗ്യാപ്പ് വരുന്നുണ്ട്, അതായത് നമ്മൾ അടയ്ക്കുമ്പോൾ ആ ഡിസ്പ്ലേയുടെ അവിടെ ഒരു ഗ്യാപ്പ് വരും. മോട്ടോയുടെയും ഫൈൻഡ് Nൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 0 ഗ്യാപ്പാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ അടുത്തത് ഫോൾഡബിൾ ഡിവൈസ് നോക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 ബ്രാൻഡ്സാണ് മെയിനായിട്ടും വരുന്നത്. ഒന്ന് സാംസങ്, പിന്നെ OnePlus, പിന്നെ ടെക്നോ എന്ന് പറഞ്ഞ ബ്രാൻഡ്. ടെക്നോയുടെ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സാംസങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഫോൾഡ് 5 ആണ് വരുന്നത്. OnePlusലേക്ക് വരുമ്പോൾ OnePlus ഓപ്പൺ ആണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഈ ഒരു ബിൽഡ് വെച്ച് നോക്കുമ്പോൾ OnePlus ആണ്, OnePlusൻ്റെ ഓപ്പൺ. ഓക്കെ, അവരുടെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 0 ഗ്യാപ്പാണ്, നമ്മൾ അടയ്ക്കുമ്പോൾ അടഞ്ഞു തന്നെ ഇരിക്കും, ഡിസ്പ്ലേയുടെ അവിടെ ഗ്യാപ്പോ സംഭവങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫോൾഡ് 5ലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഗ്യാപ്പ് വരുന്നുണ്ട് ആ ഒരു ബാക്ക് സൈഡിൽ, ആ ഒരു ഹിഞ്ചിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ അവരുടെ ആ ഒരു കവർ ഡിസ്പ്ലേ അത്യാവശ്യം ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു റെസൊല്യൂഷനിലാണ് അവിടുത്തെ ആ ഒരു കണ്ടന്റൊക്കെ കാണിക്കുന്നത്. നമുക്ക് അത്ര രസം ഉണ്ടാവില്ല, എപ്പോഴും നമ്മൾ ആ ഒരു ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ തന്നെ ഇഷ്ടപ്പെട്ടു പോകും. പിന്നെ സാംസങ്ങിൽ വരുന്ന ആ ഒരു ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ സാംസങ്ങിൽ നമുക്ക് 8 Gen 2 തന്നെയാണ് വരുന്നത് ചിപ്പിൻ്റെ കാര്യത്തിലേക്ക്. പിന്നെ ബാക്കി സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ One UI 6ഉം എക്സ്പീരിയൻസിൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ സാംസങ് അടിപൊളിയാണ്. ഇപ്പോൾ OnePlus ഓപ്പണിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ
ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 0 ഗ്യാപ്പാണ്, ക്ലോസ് ടു 0 എന്ന് പറയാം. നമുക്ക് അവിടെ ആ ഒരു ഹിഞ്ചിൻ്റെ അവിടെ ഗ്യാപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കാൻ എളുപ്പമാണ്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിൻ്റെ ആ ഒരു കവർ ഡിസ്പ്ലേ ഏകദേശം 6.3 ഇഞ്ചസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം സാധാ ഡിവൈസസ്, സാധാ സ്മാർട്ട് ഫോൺ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു ആ ഒരു സെയിം ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. സാംസങ്ങിൻ്റെ അവിടെ നമുക്ക് അത്യാവശ്യം ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ ആ ഒരു കവർ ഡിസ്പ്ലേ യൂസ് ചെയ്യാനും അതുപോലെ അകത്തെ ആ ഒരു ഇന്നർ ഡിസ്പ്ലേ യൂസ് ചെയ്യാനും നൈസായിരിക്കും. ഇപ്പോൾ ഈ 2 ഡിവൈസസിൻ്റെയും ആ ഒരു സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ടോപ്പ് നോച്ച് സ്പെസിഫിക്കേഷനാണ്. വൺ പ്ലസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഫോൾഡ് 5ൻ്റെ അത്ര ആ ഒരു ബിൽഡ് ക്വാളിറ്റിയോ അങ്ങനത്തെ പരിപാടികളൊക്കെ കുറവാണ്. പക്ഷേ ഈ ഒരു വൺ പ്ലസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടയ്ക്കുമ്പോൾ അടഞ്ഞും അതുപോലെ തുറക്കുമ്പോൾ തുറന്നു തന്നെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് വൺ പ്ലസ് എടുക്കണോ അതുപോലെ തന്നെ സാംസങ് എടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ UI എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നെങ്കിൽ എന്തായാലും സാംസങ്ങിനെ എടുക്കാം. പക്ഷേ നിങ്ങൾക്ക് അവിടെ ആ ഒരു മെയിൻറ്റെയിനബിലിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഈ ഇഞ്ചസിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കവർ ഡിസ്പ്ലേയും കഷ്ടമായിരിക്കും. പക്ഷേ വൺ പ്ലസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓക്സിനോയ്സ് 14 ആണ്, കളർ വൈസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഗ്യാപ്പില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ കവർ ഡിസ്പ്ലേ അത്യാവശ്യം വലുതാണ്, സൂപ്പറായിട്ട് ഉപയോഗിച്ച് നടക്കാം. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്തായാലും വൺ പ്ലസ് ഓപ്പൺ തന്നെയാണ്. കാരണം ആ ഒരു UI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ UIനേക്കാളും ഫോൾഡബിൾസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ ആ ഒരു ബിൽഡ് തന്നെയാണ്. ബിൽഡ് കഴിഞ്ഞിട്ടേ അതിൻ്റെ ആ ഒരു UIയിലേക്കുള്ള പരിപാടികൾ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വൺ പ്ലസ് ഓപ്പൺ തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഫോൾഡബിൾസ് എടുക്കണോ അതായത് ഫ്ലിപ്പ് എടുക്കണോ നിങ്ങളുടെ തോട്ട്സ് ആണ് താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഡിവൈസസ്? ഇനിയിപ്പോൾ 2024 ഫോൾഡബിൾസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസസിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ സാംസങ്ങിൻ്റെ One UI 6 വന്നിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ കാണാം, അതേ ഒരു വീഡിയോയിലുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, അടിപൊളി UI ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ബൈ.